ശില്പയല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം, ഇറങ്ങിപ്പോവാൻ. ചേച്ചി 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 പോവാണോ? ചേച്ചി വിവാഹം കഴിച്ചോണ്ട് വന്ന ഈ വീട്ടിൽ നിന്ന് ചേച്ചി എങ്ങോട്ടേക്കാ പോകുന്നത്? പറ ചേച്ചി, ചേച്ചി എവിടേക്കാ പോകുന്നത്? നിൽക്കാൻ അവകാശമില്ലാത്തവരടുത്ത് നമ്മൾ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോണം, അതാ നല്ലത്. മോളെ, ദേവിക്ക് അമ്മ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങളാരും ഞാൻ കാരണം സങ്കടപ്പെടരുത്. സിദ്ധു, ഞാൻ ഇറങ്ങുക. ചേച്ചി ചേച്ചി. മോളെ, ദേവിക്ക് ഋഷി, ചേച്ചി അമ്മേ. ചേച്ചി ചേച്ചി നിക്ക് ചേച്ചി. നിക്ക് ചേച്ചി, ചേച്ചി ചേച്ചി പ്ലീസ് നിക്ക്. ചേച്ചി ഞാൻ പറയുന്നേ, ചേച്ചി പോവല്ലേ. ഗോപിക മാറ്, ഞാൻ പോയിക്കോട്ടെ. ചേച്ചി പോവല്ലേ, ചേച്ചി ഒന്ന് പറയുന്ന കേക്ക്. ഋഷി ഒന്ന് പറ. ചേച്ചി ചേച്ചി ഒന്ന് നിക്ക്, ഞങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. ഒന്നും വേണ്ട. ഓർമ്മ തിരികെ കിട്ടില്ല എന്ന് കരുതിയ ഒരാളുടെ ഓർമ്മ തിരികെ കിട്ടിയിരിക്കുവോ? അതിൽ നിങ്ങളെല്ലാരും സന്തോഷിക്കാൻ വേണ്ടത്. ഞാനത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുവോ? എന്റെ കുട്ടനെ ഇനി എനിക്ക് കിട്ടില്ലല്ലോ. കുട്ടൻ എന്നെ തിരിച്ചറിയാനും പറ്റില്ല. ആ സ്ഥിതിക്ക് ഞാനിനി എന്തിനിവിടെ നിൽക്കണം? ഞാൻ പോവാ. ഈശ്വര, വല്ലാത്തൊരു വിധിയായല്ലോ ഇത്. ചേച്ചി പോവല്ലേ ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ മാറ്. ചേച്ചി 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 ചേച്ചി. പ്ലീസ് നിക്ക് ചേച്ചി. ചേച്ചി ചേച്ചി ചേച്ചി. മലകെ 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 മാലക എന്നെ വിട്ട് എങ്ങോട്ട് പോവാ? കുട്ടനെയും കൂട്ടാണ്ട് എങ്ങോട്ടാ പോകുന്നേ? മാലക എവിടെ പോയാലും മാലകയുടെ കൂടെ ഞാനും വരും. ഇപ്പോഴേ മല എങ്ങോട്ടും പോകണ്ടോ? വാ, തിരിച്ചു വാ. വന്നിട്ട് എനിക്ക് കഥ പറഞ്ഞു തരണ്ടേ? വന്നേ. വാ വാ. ചേച്ചി ആ കൊടുത്തേക്ക്. വാ.
ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങി പോവാൻ. മാലക എന്നെ വിട്ട് എങ്ങോട്ട് പോവാ? മാലക എവിടെ പോയാലും മാലകയുടെ കൂടെ ഞാനും വരും. നിന്നെ എന്തു പറഞ്ഞ് എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നിന്റെ വേദന അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മാഡം, ഇനി എന്തൊക്കെയാ ഞാൻ അറിയാൻ ബാക്കിയുള്ളത്? എനിക്കെല്ലാം അറിയണം. എങ്ങനെയാ കുട്ടൻ ഈ അവസ്ഥയിലായത്? വളരെ സ്മാർട്ടായ, ആക്റ്റീവായ, തികച്ചും നോർമലായ ഒരാളായിരുന്നു ഞങ്ങളുടെ സിദ്ധാർത്ഥൻ. ഏറ്റെടുക്കുന്ന എന്ത് കാര്യവും അവൻ കൃത്യമായും പെർഫെക്റ്റായും ചെയ്തു തീർത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സകല ബിസിനസ്സും അവനായിരുന്നു നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അവന്റെ മേൽനോട്ടത്തിൽ ഞങ്ങളുടെ കമ്പനി ലാഭത്തിൽ നിന്നും ലാഭത്തിലേക്ക് കുതിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷത്തിലും സമാധാനത്തിലും ഞങ്ങൾ കഴിഞ്ഞു പോവുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അപകടത്തിന് ശേഷമാണ് സിദ്ധാർത്ഥൻ ഇപ്പൊ കാണുന്ന അവസ്ഥയിൽ പെരുമാറി തുടങ്ങിയത്. ഇടയ്ക്കൊക്കെ ദേവിക ഇന്ന് കണ്ടതുപോലെ സിദ്ധുവിന് ഓർമ്മ തിരികെ കിട്ടും.
പക്ഷേ അത് അധിക നേരം നിൽക്കില്ല. എന്തെങ്കിലും കാരണത്താൽ അവൻ വീണ്ടും ഓർമ്മക്കുറവുള്ള നിലയിലേക്ക് മാറും. സിദ്ധാർത്ഥന് ഓർമ്മകൾ പൂർണ്ണമായും തിരികെ കിട്ടും. അതിനുവേണ്ടിയാണല്ലോ നമ്മളെല്ലാം പ്രയത്നിക്കുന്നത്. അപ്പോ സിദ്ധുവേട്ടൻ വീണ്ടും ദേവികേച്ചി മറന്നു പോവില്ലേ? സിദ്ധു ചിലപ്പോ ദേവികയെ മറന്നുവെന്ന് വരാം. മറന്നുപോയാ നടന്നതെല്ലാം ഞങ്ങൾ അവനെ ഓർമ്മിപ്പിക്കും. സിദ്ധു ദേവിക കല്യാണം കഴിച്ചതിന് തെളിവുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യില്. അതൊക്കെ കണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മാഡം. മാഡം മാഡം പ്രയാസപ്പെടണ്ട. എന്നെക്കുറിച്ച് ആലോചിച്ച് ആകുലപ്പെടണ്ട. നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം മാഡം. ആ, എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ മാഡം. കുട്ടൻ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. മോളെ, മോള് സങ്കടപ്പെടരുത് കേട്ടോ. അല്ല മാഡം, പൂമ്പാറ്റയെ കാണുമ്പോ കുട്ടൻ എന്താ അസ്വസ്ഥമായിട്ട് പെരുമാറുന്നത്? അതെനിക്കറിയില്ല. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അമ്മേ, ഞാൻ താലിയിട്ടാണെങ്കിൽ അതവളെ മാത്രമായിരിക്കും. എൻ്റെ ശില്പ, എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അതവൾ മാത്രമായിരിക്കും. ശില്പ. ചേച്ചി, ചേച്ചി ഇത് എന്ത് ഭാവിച്ച? ചേച്ചിയുടെ ജീവിതം ചേച്ചി ഇവിടെ തൊലയ്ക്കാൻ പോവാണോ? ചേച്ചി അവര് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. നീ ഇത് കണ്ടോ? കുട്ടൻ എന്റെ കഴുത്തിൽ അണിയിച്ച താലിയായത്. എന്റെ ഭർത്താവാ കുട്ടൻ. കഴിഞ്ഞ ദിവസം വരെ ഞാൻ കുട്ടന്റെ ഫ്രണ്ട് മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് ഞാനതല്ല.
കുട്ടന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ എന്റെ ഭർത്താവിനെ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് എന്റെ ആവശ്യമാ, എന്റെ കടമയാ. സിദ്ധുവേട്ടൻ ഓർമ്മകളിലേക്ക് തിരിച്ചു വന്ന് എന്ത് സംഭവിക്കുമെന്ന് ചേച്ചിക്കിപ്പോ ഒരു സൂചന കിട്ടിയില്ലേ? ചേച്ചി ഒന്നും അല്ലാത്തവളെ പോലെ ചേച്ചിക്ക് ഇവിടം വിട്ടു പോവേണ്ടി വരും. അതിനേക്കാൾ എത്രയോ വലുതാ ആ അമ്മയുടെ കണ്ണുനീര്. മലകെ, മലകെ, എവിടെയാ മലകെ? എത്ര നേരം ഞാൻ വിളിക്കണു, എനിക്കൊന്ന് കാണുന്നേ. വാ. മലകെ, എനിക്കൊന്ന് മലയെ കാണണം. മലകെ, എത്ര നേരമായി വിളിക്കണു, ഒന്ന് വരാൻ പാടില്ല എന്റെ അടുത്ത്. മാലക, വാ മാലക. കുട്ടാ, മാലകെ, മാലക എവിടെയായിരുന്നു? എന്താ കുട്ടാ? മാലകെ, മാലക എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക? കൊറേ ഞാൻ തിരക്കി. എവിടെയായിരുന്നു? എന്നെ മുറിയിൽ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടാ പോയ മലക? അത് കുട്ടാ, ഞാൻ കുട്ടന് വേണ്ടി കോഫി എടുക്കാൻ പോയതാ. ഇത് പിടിച്ചോ, കുടിച്ചേ, കുടിക്കേ. മലക, ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. ഞാൻ കരുതിയേ മലക എന്നെ വിട്ടിട്ട് ഇവിടെ നിന്നൊക്കെ പോയിന്ന്. ഏയ്, ഞാൻ എവിടെയും പോയില്ല കുട്ടാ. ഇനി ഞാൻ എന്റെ കുട്ടനെ വിട്ട് എവിടെയും പോവേയില്ല. സത്യം? സത്യം. മലകെ, എന്നെ വിട്ട് പോവില്ലട്ടോ. ഇല്ല, പോവില്ല. കുട്ടാ, കുട്ടാ. എന്താ അമ്മല്ലേ? അല്ല, ഞാൻ കുട്ടനെ വിളിക്കാൻ വന്നതാ. കുട്ടനെ കുളിപ്പിക്കണം. വേണ്ട, എന്നെ നീ കുളിപ്പിക്കണ്ട. അയ്യോ, കുട്ടനെ കുളിപ്പിക്കേണ്ടതേ എന്റെ ഡ്യൂട്ടിയാ. അത് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ. എന്നെ നീ കുളിപ്പിക്കണ്ട. ഇനിയേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനേ എന്റെ മാലാഖയുണ്ട്. മാലാഖെ, എന്റെ കാര്യമൊക്കെ നോക്കൂലേ? അല്ല സിധു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട. ഒന്ന് പോയി തരുവോ? കുട്ട, എന്താ ഇത്? കുട്ടൻ വെറുതെ അമലിനോട് ദേഷ്യപ്പെടണ്ട. കുട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. അതെ, ഇവനോട് പറ. അമലേ, ആ, കുട്ടനെ ഇന്നു മുതൽ ഞാൻ കെയർ ചെയ്തോളാം. അല്ല ചേച്ചി, കുട്ടന് കുറച്ച് മരുന്നുകളൊക്കെ കൊടുക്കാനുള്ളതാ. അത് പതിവായിട്ട് ഞാനാ കൊടുക്കാറുള്ളത്. അതൊന്നും സാരമില്ല. ആ മരുന്നുകൾ എന്താണെന്നും അത് കൊടുക്കേണ്ട രീതികൾ എന്താണെന്നും എന്നോട് പറഞ്ഞു തന്നാ മതി. ഞാൻ കൊടുത്തോളാം. കുട്ടന് കൊടുക്കാനുള്ള മരുന്നുകളൊക്കെ കുട്ടന്റെ മുറിയിലാ. ചേച്ചി ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ച് പറഞ്ഞുതരാം. ആ, വാ കുട്ട, വാ. സൂക്ഷിച്ച്. ഹരിയേട്ടാ, എന്താ മായേ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ ഹരിയേട്ടാ, നമ്മുടെ പദ്ധതികളെല്ലാം ദേവിക പൊളിക്കും. നമ്മൾ മിക്കവാറും കുടുങ്ങും ഹരിയേട്ടാ. ഇടി, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കരുത്. ഞാൻ കണ്ട കാര്യ ചേട്ടാ ഈ പറയുന്നേ. നീ എന്ത് കണ്ടുന്ന്? എടി, എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയേ. മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ നീ പറഞ്ഞു തൊലക്കേ. അതെ, അവളില്ലേ ആ ദേവിക, ആ,
സിദ്ധുവിന്റെ കെയർടേക്കറിനോട് അവന്റെ മരുന്നുകളെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഇനി മുതൽ സിദ്ധുവിന് മരുന്ന് കൊടുക്കുന്നതൊക്കെ അവളാണത്രേ. അവൾ അങ്ങനെ മരുന്നുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ നമ്മൾ നടത്തിയ തിരിമറികൾ മൊത്തം അവൾ മനസ്സിലാക്കില്ലേ? നമ്മൾ പിന്നെ പെടില്ലേ ഹരിയേട്ടാ? എനിക്കാകെ പേടിയാവുന്നു. ഇടി, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല മായേ. അവൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ നടത്തിയ തിരിമറികൾ ഒന്നും അറിയാൻ പോകുന്നില്ല. ഉറപ്പാണോ ഹരിയേട്ടാ? അതിലെന്താ ഇത്ര സംശയം? എടി, ആ മരുന്നുകളുടെ കണ്ടന്റ് മനസ്സിലാക്കാൻ വേണ്ടി അവൾ വലിയ ഡോക്ടറൊന്നുമല്ലല്ലോ. എങ്കിലല്ലേ നമ്മൾ എന്ത് മരുന്നാണ് സിദ്ധുവിന് കൊടുക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കൂ.